നമ്മുടെ കേരളത്തിലെ അധികാരമേറ്റ മന്ത്രിമാരുടെ വകുപ്പുകൾ വായിക്കാം. വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി, പൊതുഭരണം, വിവരസാങ്കേതിക വിദ്യ, സംസ്ഥാന ആതിഥ്യ മര്യാദ, മറ്റു മന്ത്രിമാർക്ക് അനുവദിക്കാത്ത കാര്യങ്ങൾ, തുറമുഖം, ധനം, നിയമം. ഒരുപാട് വകുപ്പുകളുണ്ട്. രമേശ് ചെന്നിത്തല, ആഭ്യന്തരകാര്യമന്ത്രി, ആഭ്യന്തരം, വിജിലൻസ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, വ്യവസായ വിവര സാങ്കേതിക വിദ്യ. മന്ത്രി കെ മുരളീധരൻ, ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം. മന്ത്രി സണ്ണി ജോസഫ്, റവന്യൂ മന്ത്രി, ലാൻഡ് റവന്യൂ, ലാൻഡ് സർവേ. പി.സി. വിഷ്ണുനാഥ്, ടൂറിസം, സാംസ്കാരികം. മന്ത്രി റോജി എം. ജോൺ, ഉന്നത വിദ്യാഭ്യാസം. മന്ത്രി ബിന്ദു കൃഷ്ണ, വനിതാ ശിശുക്ഷേമം. മന്ത്രി എം. ലിജു, എക്സൈസ് സഹകരണം. മന്ത്രി ടി. സിദ്ദിഖ്, വനം. അനൂപ് ജേക്കബ്, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്. പിന്നുള്ള മന്ത്രിമാര് വകുപ്പ് ഇപ്പൊ വ്യക്തമാക്കിയിട്ടില്ല. പിന്നുള്ള കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, കെ തുളസി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ, ഡെപ്യൂട്ടി സ്പീക്കർ. അതായത് നമ്മുടെ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ, പുള്ളിക്കാരി സ്പീക്കറാവുന്നൊരു സംസാരം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ഒന്നും ആവശ്യപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും അവർ തഴയപ്പെട്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നിയ ഒരു മന്ത്രി കെ മുരളീധരനാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം. നല്ല വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. പുള്ളിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളാണ്. പിന്നെയുള്ളത് രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകളാണ്. ആഭ്യന്തരം, വിജിലൻസ്. പുള്ളി അത് ഗംഭീരമായിട്ട് മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പിന്നെയുള്ള കുറെ പേരൊക്കെ പുതിയ ആൾക്കാരാണ്, ആദ്യമായി മന്ത്രിയാകുന്നവരാണ്. എം ലിജു ഒക്കെ. ഓക്കെ, വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പിണറായി സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങളിൽ നിന്ന്, അല്ലെ അവർ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ നിന്ന് UDF സർക്കാർ എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ആദ്യം തന്നെ മോട്ടോർ വാഹന വകുപ്പ്, MVD, അതിന്റെയൊക്കെ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതാൻ വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. പോലീസ് വകുപ്പിലും വലിയ മാറ്റങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നിരുന്നു. SI ഉൾപ്പെടെയുള്ള അവരുടെ അധികാര പരിധിയിലൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിലൊക്കെ വീണ്ടും ചേഞ്ച് വരാനുള്ള വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും.